Hello guys, back to my channel. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തലേദിവസം നമ്മൾ കുറ്റി അടിച്ചപ്പോൾ തന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ എടുത്ത് കുറ്റികളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൗഡർ ഇട്ട് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മറ്റേ പൊടി ഇട്ടിട്ട് ലൈൻ ഇടുമല്ലോ ഫൗണ്ടേഷൻ എടുക്കാനായിട്ട്, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴ വരെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ചേട്ടനും വേദും എല്ലാവരും കൂടെ അവിടെ വരയ്ക്കണേലുള്ള തിരക്കിലാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനും പോയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനും ചേട്ടനും വേദും എല്ലാവരും കൂടെ ഒന്ന് വരയ്ക്കാൻ നിൽക്കുമായിരുന്നു. അപ്പുറത്തത് അച്ഛൻ ഹിറ്റാച്ചി കൊണ്ട് അവിടെ പറമ്പ് വൃത്തിയാക്കുക, കാരണം നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇറക്കാനായിട്ടേ. അപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ 11 മണി അല്ല, ഒരു 12 മണിയൊക്കെ ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ലൈൻ ഇടാൻ ഇതിനൊക്കെ കുറേ നേരം വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് വാങ്ങാൻ ആര്യമ്പാടത്തുള്ളൊരു ഹോട്ടലിൽ പോയി. വിജി ഹോട്ടൽ എന്നൊരു ചെറിയൊരു ഹോട്ടലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയത് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് പോസ്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചേട്ടനും കൂടെ അവിടെ നിൽക്കുമായിരുന്നു. വേദുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നിൽക്കണം, ആളെന്നെ ചിരിപ്പിക്കാതെ നോക്കണം, ചിരിക്കിയതൊക്കെ ഞാൻ കിടന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ടർപ്പായും മെട്ടുകൊത്തിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പതുക്കെ തിരിച്ചങ്ങോട്ട് പോവുകയുണ്ടായത്. അപ്പം മഴ ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വേഗം, മഴ ഒതുങ്ങിയെന്നല്ല, മഴ തൂളുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇനി വല്ലാണ്ട് ലേറ്റ് ആവുണ്ടോ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. കാരണം വെട്ടോത്തി ഇതൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വേദവും ഇനി അവിടെ തന്നെ ഇരുത്തി പോകുന്ന കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുകയോ, കിണറാണെങ്കിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലേ, തൊട്ടടുത്ത് കിണറുണ്ട്, നമ്മുടെ കിണർ തന്നെയാണ്. അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് പോകണ വഴി വരുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, ഇവിടെ പാടവും ഇതൊക്കെ ആയിട്ട് നല്ല ഒരു പക്ക നാട്ടുമ്പുറം ഏരിയ പോലുള്ള സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത് ആര്യമ്പാടത്തു നിന്ന് ഒരു 1.5 കിലോമീറ്റർ വരണുള്ളൂ, അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ ആര്യമ്പാട് സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പറമ്പിക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് എത്തി. പറമ്പിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ബാക്കിൽ പാടവും മലകളും ഇതൊക്കെ ആയിട്ട് അപ്പുറത്തൊരു വഴിയുണ്ട്. നല്ല രസം അവിടെ നിന്ന് കാണാൻ. വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും നല്ല വ്യൂ ആണ്. അപ്പോൾ അതേ വേദു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെ എന്നോട് ചോദിക്കേണ്ടത് ഒരു കാര്യം കാണിച്ചിട്ട്. അപ്പോഴേക്കും ഫൗണ്ടേഷൻ വർക്ക് കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വേഗം പോയി വെട്ടൊത്തിയൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിക്കാൻ ഞാനും വേദും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു. പൊതിച്ചോറായിരുന്നു. അപ്പോൾ ഞാനും വേദും കൂടെ പപ്പാതി കഴിച്ചു. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിച്ച് അവിടെ നിന്ന് മാറി ഇരിക്കാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു മയിൽ പോണ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം ഓടിച്ചെന്ന് വീഡിയോ എടുക്കാം. അപ്പം വേദു എന്നെ ചീത്ത പറഞ്ഞു, അമ്മ ഓടി വരില്ലേ, സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മയിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മയിലിൻ്റെ പിന്നാലെ കുറച്ച് നേരം നടന്നു. അങ്ങനെ മയിൽ പോണത് നോക്കിയിരുന്നു ഞങ്ങൾ കുറച്ച് നേരം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. Tata bye.